أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد خلقنا الإنسان ونعلم ما توسوس به نفسه ونحن أقرب إليه من حبل الوريد إذ يتلقى المتلقيان عن اليمين وعن الشمال قعيد ما يلفظ من قول إلا لديه رقيب عتيد وجاءت سكرة الموت بالحق ذلك ما كنت منه تحيد ونفخ في الصور ذلك يوم الوعيد وجاءت كل نفس معها سائق وشهيد. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സമാദരണീയനായ ഈ സെഷന്റെ അധ്യക്ഷൻ, വേദിയിലുള്ള മറ്റു ബഹുമാന്യരെ, സദസ്സിൽ സന്നിഹിതരായിരിക്കുന്ന സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, നിലനിൽപ്പിന് വേണ്ടിയുള്ള ചെറുത്തുനിൽപ്പും പരിശ്രമങ്ങളുമാണ് മനുഷ്യ ജീവിതത്തിലുടനീളം നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. ഏതൊരു വ്യക്തിയും സംഘവും സംഘടനയും നിലനിൽപ്പിന് വേണ്ടി സ്വീകരിക്കുന്ന നിലപാടുകളെ ചോദ്യം ചെയ്താൽ നമുക്ക് ലഭിക്കാറുള്ള മറുപടി എങ്ങനെയെങ്കിലും ഇവിടെ നിലനിന്ന് പോകണ്ടേ എന്നാണ്. തൻ്റെ കുടുംബജീവിതത്തിലും കച്ചവട മേഖലയിലും ജോലിയുടെ രംഗത്തും മറ്റു മേഖലകളിലുമെല്ലാം മതപരമായ കണിശമായ നിലപാടുകളിൽ നിന്ന് മാറി ചിന്തിക്കുന്നവർ പോലും അതിന് കാരണമായി പറയാറുള്ളത് എങ്ങനെയെങ്കിലും ഇവിടെ ജീവിച്ചു പോകേണ്ടതില്ലേ എന്ന ഒരു ന്യായം പറഞ്ഞുകൊണ്ടാണ് ചില വിട്ടുവീഴ്ചകളൊക്കെ മതത്തിന്റെ ധാർമ്മികതയുടെ വിഷയത്തിൽ ചെയ്യാറുള്ളത്. എന്നാൽ നമുക്ക് എങ്ങനെയെങ്കിലും നിലനിന്നാൽ പോരാ, ഈ ദുനിയാവിൽ മാത്രം നിലനിന്നാൽ പോരാ, നമുക്ക് ഇരു ലോകത്തും നിലനിൽക്കണം. നിലനിൽപ്പ് പരലോകത്തും ഇഹലോകത്തും ഉണ്ടാകണം. അതാണ് നമ്മൾ പ്രാർത്ഥിക്കാറുള്ള പ്രാർത്ഥന. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ ഫഖിനാ അദാബന്നാർ. ഇഹലോകത്തും പരലോകത്തും ഞങ്ങൾക്ക് നീ നന്മ നൽകണമേ എന്ന് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. അപ്പോൾ വിശ്വാസിയുടെ കാഴ്ചപ്പാട് എങ്ങനെയെങ്കിലും ഈ ദുനിയാവിൽ ജീവിച്ചു മരിച്ചു പോവുക എന്നതല്ല, മറിച്ച് ദുനിയാവിലും ആഖിറത്തിലും എനിക്ക് നിലനിൽപ്പ് വേണം, സുരക്ഷ വേണം, ധൈര്യം വേണം. ആ ഒരു കാഴ്ചപ്പാടായിരിക്കണം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാവേണ്ടത്. എന്നാൽ ഖേദകരമെന്ന് പറയട്ടെ, മഹാഭൂരിപക്ഷം ആളുകളും ഇഹലോകത്തെ മാത്രം തേടുന്നവരാണ്. ഇഹലോകത്തെ നിലനിൽപ്പും സുരക്ഷയും മാത്രം അന്വേഷിക്കുന്നവരാണെന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നത്. ഇന്ന ഹൗലാഇ യുഹിബ്ബൂനൽ ആജില വയദറൂന വറാഅഹും യൗമൻ സഖീല. നിശ്ചയമായും അവർ പെട്ടെന്ന് കഴിഞ്ഞു പോകുന്നതിനെ അഥവാ ക്ഷണികമായതിനെയാണ് അവർ ഇഷ്ടപ്പെടുന്നത്.
ഭാരമേറിയ ആ ദിവസത്തെ അവർ പിന്നിലേക്ക് തട്ടിമാറ്റിയിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇങ്ങനെ ഇഹലോകത്തെ നിലനിൽപ്പ് മാത്രം പരിഗണിച്ചുകൊണ്ട് നാം മുന്നോട്ട് പോയാൽ നമുക്കുണ്ടാകുന്ന ഏറ്റവും വലിയ ഒന്നാമത്തെ നഷ്ടം, പരലോകത്ത് നമുക്കൊരു ഓഹരിയും ഉണ്ടാവുകയില്ല എന്ന്. ദുനിയാവ് ഉദ്ദേശിച്ചവർക്ക് ദുനിയാവ് ചിലപ്പോൾ അള്ളാഹു നൽകിയെന്ന് വന്നേക്കാം, പക്ഷെ അവർക്ക് പരലോകത്തൊരു ഓഹരിയും ഉണ്ടായിരിക്കുകയില്ല. മൻ കാന യുരീദുൽ ആജില, ആരാണ് ഈ ധൃതി പിടിച്ചു പോകുന്ന കഴിഞ്ഞു പോകുന്ന ഈ ദുനിയാവിനെ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൻ ഉദ്ദേശിക്കുന്നത് അവന് എളുപ്പത്തിൽ ഒരു പക്ഷേ ഇവിടെ കൊടുത്തു എന്ന് വന്നേക്കാം. പിന്നീട് നാളെ പരലോകത്ത് അവിടെ അപമാനിതനും പുറന്തള്ളപ്പെട്ടവനുമായിക്കൊണ്ട് ആ നരകാഗ്നിയിൽ അവർ പ്രവേശിക്കുക തന്നെ ചെയ്യും എന്നാണ്. അപ്പൊ ദുനിയാവ് മാത്രം പ്രതീക്ഷിച്ചാൽ ഒരുപക്ഷെ ദുനിയാവ് കിട്ടിയെന്ന് വരും, പക്ഷെ പരലോകത്ത് എന്തുണ്ടാവില്ല, ഒരു ഓഹരിയും നമുക്കുണ്ടാവുകയില്ല. ഇനി ദുനിയാവ് ലഭിച്ചാൽ തന്നെ രണ്ടാമത്തെ പ്രശ്നം, ദുനിയാവ് മാത്രം വിചാരിക്കുന്ന ആളുകൾക്ക് ദുനിയാവ് കിട്ടിയാൽ തന്നെ വീടുണ്ട്, സൗകര്യങ്ങളുണ്ട്, കാശുണ്ട്, ജോലിയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ അവർക്ക് മനസ്സിൽ ഐശ്വര്യം ഉണ്ടാവുകയില്ല എന്നാണ്. ഇതൊന്നും അനുഭവിക്കുന്നതിന്റെ ഒരു സുഖം അവർക്ക് ഉണ്ടാവുക, എപ്പോഴും ദാരിദ്ര്യമായിരിക്കും ഉണ്ടാവുക. അവരുടെ മനസ്സിനുള്ളിൽ ദാരിദ്ര്യമാണ് ഉണ്ടാവുക. വലിയ വീടായിരിക്കും, നല്ല ജോലിയായിരിക്കും, എല്ലാം അവരുടെ മുമ്പിലുണ്ട്, പക്ഷെ അവരുടെ മനസ്സിനൊരു നിറഞ്ഞ ഒരവസ്ഥ, ഒരു ഐശ്വര്യത്തിന്റെ അവസ്ഥ ഉണ്ടാവുകയില്ല. ആരെങ്കിലും ദുനിയാവിനെയാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ അവന്റെ കണ്ണിൽ അള്ളാഹു ദാരിദ്ര്യത്തെ ഇട്ടുകൊടുക്കും. അവന്റെ പ്രയാസങ്ങൾ അവന്റെ മുമ്പിൽ കൊണ്ടുവരും. മാത്രവുമല്ല ദുനിയാവിലാകട്ടെ അവന് കണക്കാക്കിയത് മാത്രമേ അവൻ ഉണ്ടാവുകയും ചെയ്യുള്ളൂ എന്നാണ്. അപ്പൊ ദുനിയാവ് മാത്രം ഉദ്ദേശിച്ച ആളുകളാണെങ്കിൽ വിഭവങ്ങളൊക്കെ കിട്ടിയാലും ഒരു സ്വസ്ഥമായിട്ട് അത് ഉപയോഗിക്കുന്നതിൽ ഒരു സംതൃപ്തി അയാൾക്കെന്തില്ല, ഉണ്ടാവുകയില്ല എന്ന് തന്നെയാണ്. ഇനി ചില ആളുകളൊക്കെ ഞാൻ അങ്ങനെയൊന്നുമല്ല, എനിക്കിതൊക്കെ ഉപയോഗിക്കാൻ കഴിയുന്നുണ്ട് എന്ന് വാദിക്കുന്നവരാണ് എന്ന് വിചാരിക്കുക. എന്നാൽ അത് എത്ര കാലം ഉണ്ടാവും? എത്ര കാലം ഉണ്ടാവും? ഇവിടെ എല്ലാ സുഖവും സൗകര്യവും ഉണ്ട്. എത്ര ദിവസമുണ്ടത് പറയാൻ കഴിയില്ല. വിദേശത്ത് ജോലി ചെയ്ത് കഠിനാധ്വാനം ചെയ്ത് നാട്ടിലേക്ക് മടങ്ങി ചെല്ലുമ്പോ ഇനി സ്വസ്ഥമായി നാട്ടിലൊന്ന് താമസിക്കണം, അവിടെ ഉണ്ടാക്കിയ വീട്ടിലൊന്ന് താമസിക്കണം എന്ന് വിചാരിച്ച് ഇവിടെ നിന്ന് വിദേശത്ത് നാട്ടിലേക്ക് തിരിച്ചു പോയ എത്ര ആളുകളുടെ മരണ വാർത്ത നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരാഴ്ച രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും കഠിനാധ്വാനം ചെയ്തുണ്ടാക്കിയ വീട്ടിൽ അവർക്ക് താമസിക്കാൻ കഴിഞ്ഞത് വെറും ഒരാഴ്ചയാണ് അല്ലെങ്കിൽ രണ്ടാഴ്ചയാണ്. അതെ, അവരുടെ കബറിടം സന്ദർശിക്കുന്നത് വരെ മാത്രമേ ഇത് ഉണ്ടാവുള്ളൂ എന്നാണ്. അപ്പൊ ദുനിയാവ് മാത്രം നമ്മൾ പ്രതീക്ഷിച്ചാൽ അത് ഇനി കിട്ടിയെന്ന് നമ്മൾ വെച്ചാൽ തന്നെ അത് ഏത് സമയവും നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുമെന്നാണ്. എന്നാൽ പരലോകത്തെ നിലനിൽപ്പാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ ഉള്ള സുഖം അല്ലെങ്കിൽ ഗുണം എന്താണെന്ന് ചോദിച്ചാൽ ദുനിയാവും കിട്ടും, പരലോകം കിട്ടും. ശരിക്കും ആ വ്യത്യാസം മനസ്സിലാക്കണം. നമ്മൾ പരലോകത്ത് എന്റെ കാര്യം സുരക്ഷിതമാകണം എന്നതിന് മുൻതൂക്കം കൊടുത്ത് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ, നമ്മൾ അത് ലക്ഷ്യം വെച്ചാൽ ദുനിയാവ് സ്വാഭാവികമായി നമുക്ക് ലഭിക്കും. അള്ളാഹു വിശുദ്ധ ഖുർആനിലൂടെ പറഞ്ഞു, വിശ്വസിക്കുകയും സൽപ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്യുന്നവർക്ക് അള്ളാഹു വാഗ്ദാനം ചെയ്തിരിക്കുന്നു, നിങ്ങളുടെ മുമ്പുള്ളവർക്ക് ഖിലാഫത്ത് നൽകിയതുപോലെ നിങ്ങൾക്കും അത് നൽകുമെന്ന് വാഗ്ദാനമുണ്ട്. നിങ്ങൾ തൃപ്തിപ്പെട്ട നിങ്ങളുടെ മതത്തിന് ഇവിടെ നിലനിൽപ്പ് നൽകും. നിങ്ങൾ ഇപ്പോൾ ഭയത്തിലാണ്, ആ ഭയം മാറ്റി പകരം നിങ്ങൾക്ക് നിർഭയത്വം ഉണ്ടാക്കി തരും
യഅ്ബുദൂനനി ലാ യുശ്രികൂന ബി ശൈആ, നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കുക, മറ്റൊന്നിനെയും പങ്കു ചേർക്കാതിരിക്കുക. വമൻ കഫറ ബഅദ ദാലിക, അതിനുശേഷം അതിനപ്പുറം ആരെങ്കിലും നന്ദികേട് കാണിച്ചാൽ ഫഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരെ തന്നെയാകുന്നു ധിക്കാരികൾ എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ വിശ്വസിക്കുകയും അമലുസ്വാലിഹാത്തുകൾ ചെയ്യുകയും ശിർക്കില്ലാത്തൊരു ജീവിതം നമ്മൾ നയിക്കുകയും ചെയ്ത് അള്ളാഹുവിനെ പ്രതീക്ഷിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ ഈ ദുനിയാവ് തന്നെ നിർഭയത്വവും സ്വാധീനവും എല്ലാം അള്ളാഹു നൽകും എന്ന് തന്നെയാണ് വിശുദ്ധ ഖുർആൻ 24-ാം അധ്യായം 55-ാമത്തെ ആയത്തിലൂടെ നമ്മൾ അറിയിക്കുന്നത്. ആർക്കാണ് ഈ ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനാവുക? അതെല്ലാവർക്കും സാധിക്കുകയില്ല. അള്ളാഹുവിന്റെ ഒരു കാവലുള്ളവർക്ക് മാത്രമേ ഈ ഒരു നിലപാടിൽ നിൽക്കാൻ കഴിയുള്ളൂ. ഏത് നിലപാടില്? പരലോകത്തെ പ്രധാനമായി കണ്ട് ആ നിലക്കുള്ള ഒരു ജീവിത വീക്ഷണത്തോടു കൂടി മുന്നോട്ട് പോകാൻ അള്ളാഹുവിന്റെ അടുക്കൽ നിന്നൊരു പ്രത്യേക കാവല് നമുക്ക് കിട്ടണം. അവർക്ക് മാത്രമേ, അല്ലെങ്കിൽ മരിക്കുന്നതിന് മുമ്പ് നമ്മൾ ദുനിയാവിന്റെ മക്കളായി മരിച്ചു പോകുന്ന ഒരു അവസ്ഥയുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തി രക്ഷിക്കുമാറാകട്ടെ. നോക്കൂ, നിങ്ങൾ പ്രബോധന ജീവിതത്തിൽ പതറിപ്പോകുന്ന ഒട്ടനവധി സാഹചര്യം പ്രവാചക ജീവിതത്തിൽ ഉണ്ടായപ്പോൾ പ്രവാചകന് ഉറച്ചു നിൽക്കാനായത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക സംരക്ഷണം കൊണ്ടായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 17-ാം അധ്യായത്തിലെ 74-75 ആയത്തുകളിൽ നമുക്കത് കാണാം. വലൗല അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ, നിന്നെ നാം ഉറപ്പിച്ചു നിർത്തിയില്ലായിരുന്നുവെങ്കിൽ, അള്ളാഹു പറയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, ആ ബഹുദൈവ വിശ്വാസികൾ മുശ്രിക്കീങ്ങൾ ഒരുപാട് പ്രലോഭനങ്ങൾ പ്രവാചകനിൽ നടത്തുകയും പ്രവാചകനെ സത്യത്തിൽ നിന്ന്, തന്റെ വിശ്വാസത്തിൽ നിന്ന് മാറ്റിക്കൊണ്ടുപോകുന്നതിന് വേണ്ടിയുള്ള ഒരുപാട് ശ്രമങ്ങൾ നടത്തിയപ്പോൾ അള്ളാഹു പറയാണ്, നിന്നെ നാം ആ പാതയിൽ ഉറപ്പിച്ച് പതറാതെ നിർത്തിയില്ലായിരുന്നുവെങ്കിൽ ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ, നീ അല്പമെങ്കിലും അവരിലേക്ക് ചാഞ്ഞു പോകുമായിരുന്നു. അങ്ങനെ പോയാലോ ഇതല്ലാതെ ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ അതിന്റെ പേരിൽ നീ അനുഭവിക്കേണ്ടി വരും, ഒരു സഹായിയെയും നിനക്ക് ഉണ്ടാവുകയുമില്ല എന്ന് വിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അപ്പൊ ആയതെന്ന് മനസ്സിലാകുന്ന കാര്യം എന്താ? പ്രവാചകന് സർവ്വവിധ പ്രയാസങ്ങളും പ്രലോഭനങ്ങളും ഉണ്ടായപ്പോഴും അതിൽ പിടിച്ചു നിൽക്കാൻ, തന്റെ ആദർശ നയ നിലപാടുകളിൽ പതറാതെ പിടിച്ചു നിന്ന് മുന്നോട്ട് പോകാനുള്ള തൗഫീക്ക് ലഭിച്ചത് അള്ളാഹുവിന്റെ ഒരു പ്രത്യേക കാവലായിരുന്നു എന്നതാണ്. ആ കാവൽ ആർക്കാണ് ലഭിക്കുക? നമ്മളെല്ലാവരും അങ്ങനെ ഒരു കാവൽ ലഭിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ആ കാവലുള്ളവർക്ക് മാത്രമേ അലമാലകളെ പോലെ അലയടിച്ചു വരുന്ന ഈ തിന്മയുടെ നടുക്കടലിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയുകയുള്ളൂ. തന്റെ വിശ്വാസം മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ ലോകത്തോട് വിട പറയുവാൻ സാധിക്കണമെങ്കിൽ പടച്ചതമ്പുരാന്റെ അത്യപാരമായ അനുഗ്രഹവും കാവലും നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടതുണ്ട്. നമുക്കറിയാം, സ്വർഗം കൊണ്ട് ജീവിതം തുടങ്ങി നരകത്തിൽ അവസാനിച്ച ചരിത്രം ഉള്ള ആളുകളെ നമുക്കറിയാം. നരകത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ജീവിതം ആരംഭിച്ച് സ്വർഗത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ലോകത്തോട് വിട പറഞ്ഞ ഒരുപാട് ആളുകളുടെ ചരിത്രം നമ്മൾ വായിച്ചിട്ടുണ്ട്. തുടക്കമല്ല പ്രധാനം, ഒടുക്കമാണ്. ജീവിച്ച് മരിക്കുമ്പോൾ ആ മരണസമയത്ത് ഷഹാദത്ത് കലിമ ചൊല്ലി അള്ളാഹുവിന്റെ തൃപ്തി നേടിക്കൊണ്ട് മരണമടഞ്ഞു പോവുക എന്നതാണ് തൗഫീഖ് എന്ന് പറയുന്നത്. അത് അള്ളാഹുവിന്റെ കാവലുള്ളവർക്കേ ഉള്ളൂ. ആ കാവൽ ആർക്കാണ് അള്ളാഹുവിന്റെ കാവൽ കിട്ടുക എന്നോ ശരിക്കും മനസ്സിലാക്കി വെക്കണം. എല്ലാവർക്കും ലഭിക്കുകയില്ല. അള്ളാഹുവിനെ അങ്ങോട്ട് സഹായിക്കുന്നവരെ മാത്രമേ അള്ളാഹു തിരിച്ചു സഹായിക്കുകയുള്ളൂ. അവരുടെ കാൽപാദങ്ങൾ മാത്രമേ ഉറപ്പിച്ച് പതറാതെ ഉറപ്പിച്ചു നിർത്തുകയുള്ളൂ എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. 47-ാം അധ്യായം 7-ാമത്തെ ആയത്തിലൂടെ, യാ അയ്യുഹല്ലദീന ആമനു, ഏ വിശ്വാസികളെ, ഇൻ തൻസുറുല്ലാഹ യൻസുറുക്കും, നിങ്ങളെ അല്ലാഹുവിനെ സഹായിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങളെയും സഹായിക്കും. വയുസബ്ബിത് അഖ്ദാമക്കും, നിങ്ങളുടെ കാൽപാദങ്ങളെ പതറാതെ സത്യത്തിന്റെ മാർഗത്തിൽ ഞാൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യുമെന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് നൽകുന്ന വാഗ്ദാനമാണ് സഹോദരങ്ങളെ. അതുകൊണ്ട് എന്റെ ശബ്ദം കേൾക്കുന്ന സുഹൃത്തുക്കളോട് എനിക്ക് പറയാനുള്ളത്,
നമുക്ക് മരിക്കുന്നത് ഷഹാദത്ത് കലിമ ചൊല്ലി ഈ സത്യദീനിന്റെ മാർഗത്തിൽ അടിപതറാതെ നിലകൊണ്ടായിരിക്കണം നമുക്ക് മരണപ്പെട്ടു പോകേണ്ടത്. അതിന് അള്ളാഹുവിന്റെ തൗഫീക്ക് വേണം. ആ തൗഫീക്ക് കിട്ടണമെങ്കിൽ അള്ളാഹുവിന്റെ മാർഗത്തിൽ നമ്മൾ സഹായിക്കുവാൻ ഇറങ്ങിത്തിരിക്കുക എന്നത് പ്രധാനമാണ്. അത് ഇബാദത്തുകൾ അതിന്റെ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സഹായം തന്നെയാണ്. അത് മാത്രമല്ല സുഹൃത്തുക്കളെ, അള്ളാഹുവിന്റെ ദീനിനെ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക എന്ന പ്രബോധന പ്രവർത്തനത്തിൽ ഏർപ്പെടുക എന്നത് അള്ളാഹുവിന്റെ ദീനിനോടുള്ള സഹായം തന്നെയാണ്. ഇനി ഒരു പ്രവാചകന്മാര് വരാനില്ല. ആ പ്രവാചകന്മാരുടെ ദൗത്യം നിർവഹിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. അത് നെഞ്ചിലേറ്റുവാനാണ് ഈ ഇസ്ലാമിക് സെമിനാർ ഇത്രയും ചിട്ടയോടുകൂടി സംഘടിപ്പിക്കുകയും ഇതുപോലെയുള്ള വിഷയങ്ങൾ ഇവിടെ ഉൾപ്പെടുത്തുകയും ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ സഹോദരി സഹോദരങ്ങളും, അത് യുവാക്കളാകട്ടെ, വിദ്യാർത്ഥികളാകട്ടെ, മുതിർന്നവരാകട്ടെ, സ്ത്രീകളാകട്ടെ, നമുക്കെല്ലാം തന്നെ ജീവിതത്തിനിടക്ക് ചെയ്തു തീർക്കാവുന്ന, നമ്മളെ കൊണ്ട് ഒരാൾക്കെങ്കിലും ഈ ഒരു ആദർശം ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പരിശ്രമങ്ങളിൽ നമുക്ക് ഏർപ്പെടാൻ കഴിയണം. ഇതാ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സുവർണാവസരമുണ്ട്. നിങ്ങൾക്ക് വിദേശത്തും പ്രവർത്തിക്കാം, സ്വദേശത്തും പ്രവർത്തിക്കാം. എങ്ങനെയാണ് സ്വദേശത്ത് പ്രവർത്തിക്കുക? എനിക്കിപ്പോഴും ഓർമ്മ വരുന്നു, ഒരു സഹോദരനെ യാത്രക്കിടയിൽ പരിചയപ്പെട്ടപ്പോൾ അവൻ പറഞ്ഞ ഒരു സങ്കടം. ഞാൻ നാട്ടിൽ വന്ന് മുജാഹിദായ ആളാണ്, ഏകദേശം ഒരു വർഷമായി. പക്ഷേ എന്റെ അനിവാര്യമായ ചില കാരണങ്ങളാൽ എനിക്ക് വിദേശത്തേക്ക് പോകേണ്ടി വരികയാണ്. പക്ഷേ വിദേശത്തേക്ക് പോകുമ്പോൾ എനിക്ക് എന്റെ നാട്ടിൽ ഞാൻ മുജാഹിദായ ശേഷം ഞാൻ തുടങ്ങി വെച്ച ഒരുപാട് ദഅ്വാ പ്രവർത്തനങ്ങളുണ്ട്, അത് പൂർത്തിയാക്കാനാവുന്നില്ലല്ലോ, അതിന് ഞാൻ എന്ത് ചെയ്യും എന്ന സങ്കടമാണ് എനിക്ക് വീണ്ടും തിരിച്ച് ഗൾഫിലേക്ക് പോകുമ്പോഴുള്ള പ്രയാസം. ആ പ്രയാസം പങ്കുവെച്ചപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞ ഒരു വിഷയം അത് നിങ്ങളോടും പങ്കുവെക്കുകയാണ്. സഹോദരങ്ങളെ, കാലം മാറി. ഇന്ന് നിങ്ങൾക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ നിങ്ങളുടെ കുടുംബം നിങ്ങൾ നാട്ടിലാണ് എങ്കിലും ആ കുടുംബത്തിനിടയിൽ ദഅവത്ത് നടത്താൻ കഴിയുന്ന ഒരു അന്തരീക്ഷം ഇന്നുണ്ട്. നിങ്ങളുടെ സഹപ്രവർത്തകന്മാർക്കിടയിൽ, നിങ്ങളുടെ അയൽവാസികൾക്കിടയിൽ നാട്ടിൽ ആരൊക്കെയായി നിങ്ങൾക്ക് ബന്ധമുണ്ടോ അവർക്കൊക്കെ ഇവിടെ ഇരുന്നു കൊണ്ട്, ഈ കുവൈത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നിങ്ങൾക്ക് ദഅവത്ത് നടത്താനുള്ള ആധുനികമായ സങ്കേതങ്ങൾ, സൗകര്യങ്ങൾ നമുക്കുണ്ട് എന്നത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം. അതിൽ രണ്ട് വിഷയങ്ങൾ, ഒന്ന് നേർവഴിയും മറ്റൊന്ന് പീസ് റേഡിയോയുമാണ്. ആ പീസ് റേഡിയോ നിങ്ങൾക്ക് എത്ര ആളുകൾക്ക് ഒരു ദിവസം അത് പരിചയപ്പെടുത്തി കൊടുക്കാൻ കഴിയുമോ, അതിന്റെ ശ്രോതാക്കളാക്കി മാറ്റാൻ കഴിയുമോ, അത് സുഹൃത്തുക്കളെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ കാര്യമാണ്. ഇന്നാ നഹ്നു നുഹ്യിൽ മൗത വനക്തുബു മാ ഖദ്ദമു വആഥാറഹും വകുല്ല ശൈഇൻ അഹ്സൈനാഹു ഫീ ഇമാമിൻ മുബീൻ. അതെ, മരിച്ചതിന് ശേഷം ജീവിപ്പിക്കുന്നത് നാമാണ്. വിശുദ്ധ ഖുർആൻ പറയാണ്. എന്നിട്ടോ നിങ്ങൾ പ്രവർത്തിക്കുന്നതും അതിന്റെ അനന്തരഫലങ്ങളും ഒരു രേഖയിൽ നാം രേഖപ്പെടുത്തി വെക്കുന്നുണ്ട് എന്നാണ്. അതെ, നമ്മൾ മുഖേന ഒരാൾക്ക് ഈ റേഡിയോ ഒന്ന് നമ്മൾ പരിചയപ്പെടുത്തി എന്ന് വിചാരിക്കുക. അയാൾ അത് കേട്ടു, അയാൾ ആയിരങ്ങൾക്ക് അത് പരിചയപ്പെടുത്തി കൊടുത്തു, ആയിരങ്ങൾ പതിനായിരങ്ങൾക്ക് കൈമാറി. അതിലൂടെ ഒരുപാട് ആളുകൾക്ക് ഈമാനും ഇഖ്ലാസും തഖ്വയും ഉണ്ടായി. അങ്ങനെ മരണപ്പെട്ടു പോയാൽ അവരുടെ വീടുകളിലും അവരുടെ നാടുകളിലും ഇസ്ലാമിക പ്രബോധനത്തിന്റെ പിന്മുറക്കാരുണ്ടായാൽ അവരിലൂടെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടാകുന്ന എന്തൊക്കെ നന്മകളുണ്ടോ ആ നന്മകൾ നമ്മുടെ ഖബറിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു, നമ്മൾ മരിച്ചു പോയാലും എത്തിക്കൊണ്ടിരിക്കുന്നു. ഈ പ്രവാസി കാലഘട്ടത്തിൽ നമ്മൾ അധ്വാനിച്ച നമ്മുടെ അധ്വാനം മരണത്തോടുകൂടി അവസാനിക്കുമെങ്കിൽ നിങ്ങൾ ചെയ്ത ഈ ദഅ്വാ പ്രവർത്തനമുണ്ടല്ലോ, ഒരു നേർവഴി ഒരാൾക്ക് നിങ്ങൾ അയച്ചു കൊടുത്താൽ, അത് മറ്റൊരാൾക്ക് അയാൾ ഫോർവേഡ് ചെയ്താൽ, അതിലൂടെ ഒരുപാട് ആളുകൾ ഇസ്ലാമിന്റെ പാതയിലേക്ക് കടന്നു വന്നാൽ ആ കുടുംബം തലമുറകളോളം ഖിയാമത്ത് നാൾ വരെ അത് ശാഖോപശാഖകളായി അത് പൊട്ടിക്കിളർത്ത് വലുതായി വരുമ്പോൾ അതിന്റെയൊക്കെ ഒരു പ്രതിഫലം നിങ്ങളുടെ ഖബറിടങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുവെന്ന ഏറ്റവും അതിമഹത്തായ ഒരു പ്രബോധന പ്രവർത്തനമാണ് യഥാർത്ഥത്തിൽ ഈ പ്രവർത്തനത്തിലൂടെ നമുക്ക് നിർവഹിക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് എന്റെ സഹോദരിമാരോട് പ്രത്യേകം പറയുന്നു, വിദേശ രാഷ്ട്രങ്ങളിലുള്ള സഹോദരിമാർക്ക് എമ്പാടും ഒഴിവ് സമയം ലഭിക്കും. നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ ഈ റേഡിയോ പരമാവധി കേൾപ്പിക്കുവാൻ നിങ്ങൾ തയ്യാറാകണം. അത് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു ഈ ഒരു പ്രവാസകാല ജീവിതത്തിൽ നിങ്ങളുടെ മാനസിക സംഘർഷങ്ങൾ കൈവരുത്താൻ, നിങ്ങൾക്ക് ദഅവത്ത് നടത്താൻ, ഇസ്ലാമികമായ കാര്യങ്ങൾ പഠിക്കുവാൻ ഏറ്റവും നല്ല ഒരു ഉപാധിയാണ്. ഇതെല്ലാം ഉണ്ടായിട്ടും ദീന് പഠിക്കാതെ, അതിന് സമയം ചെലവഴിക്കാതെ, അതിന്റെ പ്രബോധകന്മാരാകാതെ കടന്നുപോയാൽ അതായിരിക്കും ഏറ്റവും വലിയ നഷ്ടം എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതാണ് ഞാൻ പറഞ്ഞത്.
അള്ളാഹുവിനെ ഈ രൂപത്തിൽ നമ്മൾ അള്ളാഹിന്റെ ദീനിനെ സഹായിച്ചാൽ അള്ളാഹു നമ്മുടെ വ്യക്തിപരമായ വിഷയത്തിൽ ഇടപെടും, നമുക്കിവിടെ ആശ്വാസം നൽകും, നാളെ പരലോകത്തും നമുക്ക് നിലനിൽപ്പ് നൽകും. പതറാതെ അടിയുറച്ച് ഈ ആദർശത്തിൽ മരണം വരെ ജീവിക്കുവാനും നാളെ സ്വർഗത്തിൽ പ്രവേശിക്കുവാനും നമുക്ക് സാധിക്കും. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സഹായിക്കുന്നത് വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അള്ളാഹു തിരിച്ച് സഹായിക്കും. അതൊരു സംഘമാണെങ്കിൽ ആ സംഘത്തെ അള്ളാഹു തിരിച്ച് സഹായിക്കും. അതൊരു സംഘടനയാണെങ്കിൽ ആ സംഘടനയെ അള്ളാഹു സഹായിക്കും. നിങ്ങൾക്ക് ഉദാഹരണം വേണോ? നിങ്ങൾക്ക് തെളിവുകൾ വേണോ? ഇതാ നമുക്ക് കണ്ണു തുറന്ന് കാണാൻ കഴിയും. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഇതപര്യന്തമുള്ള ചരിത്രം പരിശോധിച്ചാൽ നമുക്കത് ഏവർക്കും ഒപ്പിയെടുക്കുവാൻ കഴിയും. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ അതിന്റെ പണ്ഡിതന്മാരും ആ സംഘടനാ സംവിധാനവും ഈ നന്മയുടെ പാതയിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ ആ കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് എതിർപ്പുകളും ഒരുപാട് പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയപ്പോഴും പടച്ച തമ്പുരാന്റെ സഹായം കൊണ്ട് പിടിച്ചു നിൽക്കുവാൻ പതറാതെ കനൽ പദങ്ങളിലൂടെ ആരോപണങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് നടന്നു പോകുവാൻ ഇതിന്റെ മുൻഗാമികൾക്ക് സാധിച്ചിട്ടുണ്ട് എന്നത് ചരിത്രം സാക്ഷിയാണ്. മുജാഹിദാവുക എന്ന് പറഞ്ഞാൽ ഒരു നൂറ്റാണ്ട് കാലം മുമ്പ് അവന് ബാർബർ ഷാപ്പിൽ ചെന്നാൽ മുടിവെട്ടി കൊടുത്തിരുന്നില്ല, അവന് ഭക്ഷണം കൊടുത്തിരുന്നില്ല, അവന് പലചരക്ക് കടയിൽ നിന്ന് സാധനം കൊടുത്തിരുന്നില്ല, അവന്റെ ബസ്സിൽ കയറ്റിയിരുന്നില്ല. ഇങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലും ഈ തൗഹീദിന്റെ പാതയിൽ അടിയുറച്ച സത്യത്തോടൊപ്പം നിലകൊണ്ടപ്പോൾ നമ്മുടെ കഴിഞ്ഞ കാല നേതാക്കന്മാർക്ക് അവർക്കന്ന് ഓഫീസ് ഉണ്ടായിരുന്നില്ല, അവർക്കന്ന് ഭൂമി ഉണ്ടായിരുന്നില്ല, അവർക്ക് ഒരുപാട് പതിനായിരങ്ങളുടെ പള്ളികൾ ഉണ്ടായിരുന്നില്ല, മദ്രസകൾ ഉണ്ടായിരുന്നില്ല, പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായിരുന്നില്ല. അവരുടെ നെഞ്ചകത്ത് ഈ ഹക്ക് മാത്രമാണ് ഉണ്ടായിരുന്നത്. ആ സത്യപന്ഥാവിലൂടെ അവർ മുന്നോട്ട് പോയി. സംവിധാനങ്ങൾ മുഴുവനും അപ്പുറത്തായിരുന്നു. ആ സംവിധാനങ്ങളൊക്കെ അപ്പുറത്തായിട്ടും ഈ സത്യത്തിൽ അടിയുറച്ചു നിന്നപ്പോൾ അതാ ആ പണ്ഡിതന്മാരെ തേടിക്കൊണ്ട് അവർക്ക് പള്ളികൾ ഉണ്ടായി, ഓഫീസുകൾ ഉണ്ടായി, അതുപോലെ പ്രസിദ്ധീകരണങ്ങൾ ഉണ്ടായി. ഒരു വടവൃക്ഷമായി ഈ പ്രസ്ഥാനം പടർന്നു പന്തലിച്ചു. കേരളത്തിൽ മാത്രമല്ല വിദേശ രാഷ്ട്രങ്ങളിലെല്ലാം ഈ തൗഹീദിന്റെ പ്രഭക എല്ലാ അർത്ഥത്തിലും വിതറുക തന്നെയുണ്ടായി. എന്നാൽ 2002 ഏതൊരു പ്രസ്ഥാനത്തിനും സംഭവിക്കുന്നത് പോലെയുള്ള അപജയം അതിനും ഉണ്ടായി. പക്ഷേ 2002 ഹക്കിനോടൊപ്പം ഉറച്ചു നിന്ന കേരള നദുവത്തുൽ മുജാഹിദീനും അതിന്റെ കൂട്ടായ്മക്കും തളരേണ്ടി വന്നിട്ടില്ല. ആ കാലഘട്ടത്തിലാണല്ലോ സാൽവേഷൻ ഇന്റർനാഷണൽ ഇസ്ലാമിക് എക്സിബിഷൻ എന്ന അതിമഹത്തായ ആ എക്സിബിഷൻ നടന്നതും ശത്രുക്കൾ പോലും ആദർശ എതിരാളികൾ പോലും അവിടെ ക്യൂ നിൽക്കുവാനും അത് കാണുവാനും മനസ്സിന്റെ ഉള്ളിൽ ഇങ്ങനെയാണ് ദഅവാ പ്രവർത്തനങ്ങൾ നടത്തേണ്ടതെന്ന് സമ്മതിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ചു പോകുകയും ചെയ്യുന്ന ഒരവസ്ഥയുണ്ടായത്. ഏറ്റവും വലിയ പ്രതിസന്ധി 2002 അനുഭവിച്ച ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് അത് ഹക്കിൽ അടിയുറച്ചു നിന്നു എന്നതുകൊണ്ടാണ്. അതാണ് ഞാൻ സൂചിപ്പിച്ചത്, അള്ളാഹുവിന്റെ സഹായം. വീണ്ടും 2012 വീണ്ടും പ്രശ്നങ്ങൾ ഉണ്ടായി. ആ പ്രശ്നങ്ങൾ ഉണ്ടായത് സംഘടനാ സാരഥികളിൽ ഇരിക്കുന്ന അതിന്റെ ഉത്തരവാദപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകൾക്ക് തന്നെയാണ് അപകടം സംഭവിച്ചത്. അവർക്ക് തന്നെയാണ് ആദർശപരമായ കാര്യങ്ങളിൽ കണിശതയില്ലാതെ പോയത്. അവര് തന്നെയാണ് അന്ന് വരെ നമ്മുടെ നേതാക്കന്മാര് പറഞ്ഞിരുന്ന പരാദർശപരമായ കാര്യങ്ങളെയും അവർ മാറ്റിപ്പറഞ്ഞത്. അതോടുകൂടി അള്ളാഹു കൈവിട്ടു. അതാണ് ഞാൻ ചരിത്രം പഠിക്കണമെന്ന് പറഞ്ഞത്. അള്ളാഹു കൈവിട്ടു. അതാണ് ഈ കഴിഞ്ഞ 4 വർഷം നമ്മൾ കണ്ടത്. ഓഫീസുകളില്ലാതെ, പള്ളികളില്ലാതെ, സ്ഥാപനങ്ങളില്ലാതെ, പ്രസിദ്ധീകരണങ്ങളില്ലാതെ നടു റോട്ടിലേക്ക് ഇറങ്ങി തിരിച്ച ഒരു കൂട്ടം ആളുകളായിരുന്നു. പിന്നീട് വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ എന്ന് പറയുന്ന ഈ അതിമഹത്തായ പ്രബോധന പ്രവർത്തനവുമായി കേരളത്തിൽ മാത്രമല്ല, കുവൈത്തിൽ മാത്രമല്ല, GCC കൺട്രികളിൽ മാത്രമല്ല, ലോകത്ത് മലയാളികൾ എവിടെയൊക്കെയുണ്ടോ അവിടെയൊക്കെ ഏറ്റവും ഗംഭീരമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി ഇത് മുന്നോട്ട് പോയി. ഈ 4 വർഷത്തെ ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കൂ നിങ്ങൾ. സത്യത്തിൽ അടിയുറച്ചു നിന്നു എന്നതുകൊണ്ട് മാത്രം ഇതാ നമുക്ക് എല്ലാവിധ അവസ്ഥകളും കൈവന്നു. അൽഹംദുലില്ലാ, അൽഹംദുലില്ലാ. ഇന്ന് നമുക്ക് കോളേജിന് ജാമിയ അൽ ഹിന്ദ് ഉണ്ട്, ഇന്റർനെറ്റിലൂടെ കാര്യങ്ങൾ അവതരിപ്പിക്കുവാൻ പീസ് റേഡിയോയുണ്ട്, നേർവഴിയുണ്ട്, അതുപോലെ തന്നെ പള്ളികൾ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആളുകളുടെ വിയർപ്പും പണവും ഉപയോഗിച്ചുകൊണ്ട് പടുത്തുയർത്തിയ പള്ളികൾ എവിടെയൊക്കെയുണ്ടോ, സ്ഥാപനങ്ങൾ എവിടെയൊക്കെയുണ്ടോ അവിടെയുള്ള അതിന്റെ ഉത്തരവാദപ്പെട്ട ശാഖയിലെ നിഷ്കളങ്കരന്മാരായ പ്രവർത്തകന്മാർ ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം ഉൾക്കൊള്ളുകയും യഥാർത്ഥ കേരള നദുവത്തുൽ മുജാഹിദീന്റെ ആദർശ നയ നിലപാടുകൾക്കനുസരിച്ചുകൊണ്ട് മാത്രമേ ഈ പ്രാദേശിക സ്ഥാപനങ്ങൾ നടക്കുകയുള്ളൂ എന്ന് വാശി പിടിക്കുന്ന, നിർബന്ധം പിടിക്കുന്ന ഒരവസ്ഥയുണ്ടാകുമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും പ്രതീക്ഷിക്കുന്നത്. നിങ്ങൾ പ്രാർത്ഥിക്കുക, ആ രൂപത്തിൽ പതറാതെ ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുവാൻ ഈ സെമിനാറിൽ നിന്ന് നേടിയ വിജ്ഞാനത്തിന്റെ കരുത്ത് നമുക്ക് സഹായിക്കുമാറാകട്ടെ എന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട്
ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.